ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യും, ഞാൻ നാളെ ചെയ്യും, വരുന്ന ഓണം മുതൽ ഞാൻ തുടങ്ങും. അല്ലെങ്കിൽ ക്രിസ്മസിന് തുടങ്ങിയാലോ? അതുമല്ലെങ്കിൽ എൻ്റെ ജന്മദിനം മുതൽ മാറാം. പുതുവർഷം വന്നു കഴിഞ്ഞില്ലേ, അടുത്ത മാസം മുതൽ മാറാം എന്ന് പറഞ്ഞ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വെറുതെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. എന്നാൽ ഒന്നും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല. അതെന്താണ് അങ്ങനെ? ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഒന്നും തന്നെ ചെയ്തു തീർക്കാതെ ഇതുപോലെ തന്നെ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. സോഷ്യൽ മീഡിയയും ലഹരിയുമെല്ലാം പലരുടെയും ജീവിതത്തെ വല്ലാതെ തടങ്കലിലാക്കിയിരിക്കുകയാണ്. ഈ മതിലുകൾ തകർത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പറക്കേണ്ട സമയമായിരിക്കുന്നു. 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറും. എന്തുകൊണ്ട് 21 ദിവസത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. 25 or 30 ദിവസം എന്തുകൊണ്ടായിക്കൂടാ? 1950 മാക്സ്വെൽ മാൾസ് എന്നൊരു എഴുത്തുകാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹം സൈക്കോ സൈബർനെറ്റിക്സ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. 21 ദിവസം കൊണ്ട് ആൾക്കാരുടെ ശീലങ്ങൾ മാറ്റുന്നതിനെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. നമ്മളിൽ പലരും എല്ലാ ശീലങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ്. പുകവലിക്കുന്നവർക്ക് ആഹാരം കഴിച്ചതിന് ശേഷം പുകവലിക്കാൻ തോന്നും. അതുപോലെ മാനസിക വിഷമങ്ങളുള്ളവർക്ക് മദ്യപാന ശീലവും ഉണ്ടാകും. നിങ്ങളുടെ ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ 21 ദിവസം മാത്രം മതിയാകും. നിങ്ങളുടെ ഒരു ശീലം മാറ്റിയാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പല ശീലങ്ങളും മറന്നു പോകും. അതിനായി അടുത്ത 21 ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 5, സെൽഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക. കുറച്ചു നാളത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റിവെച്ചാൽ മാത്രം മതിയാകും. നിങ്ങളുടെ പല ശീലങ്ങളിലും മാറ്റമുണ്ടാകും. നിങ്ങളെ മറന്നുകൊണ്ട് നിങ്ങളുടെ വിരലുകൾ ദിവസം മുഴുവനും ഉരസുന്ന സ്ഥലമാണ് മൊബൈൽ ഫോൺ. എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നവരാണ് നമ്മളിൽ പലരും. ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കാറുണ്ട്. ആഹാരം കഴിക്കുന്ന സമയത്ത് ചിലർക്ക് TV കാണുന്ന ശീലമുണ്ട്. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും എല്ലാം നമ്മുടെ മൊബൈൽ ഫോണാണ് നമ്മൾ ആദ്യം തിരയാറ്. ഇത് നമ്മളെ കൂടുതൽ അൺപ്രൊഡക്റ്റീവ് ആക്കും. ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നേറുന്നത് എന്ന് എപ്പോഴെങ്കിലും തീരുമാനിക്കേണ്ട ഒരവസരം വന്നാൽ അതും നിങ്ങൾ തിരിയുന്നത് മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 21 ദിവസത്തേക്ക് നിങ്ങൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ആവശ്യത്തിന് മാത്രമാക്കുക. നമ്പർ 4, അതിരാവിലെ എഴുന്നേൽക്കുക. അതിരാവിലെ എഴുന്നേൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം രാവിലെയുള്ള കാറ്റും സൂര്യപ്രകാശവും നിങ്ങൾക്ക് വളരെയധികം ഉന്മേഷം നൽകും. ആ ദിവസം ചെയ്തു തീർക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ചെയ്യണം. അത് നിങ്ങളെ വിജയത്തിലെത്തിക്കും. അതിരാവിലെ എഴുന്നേൽക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ അടുത്ത 21 ദിവസത്തേക്ക് നിങ്ങൾ അതൊന്ന് ശ്രമിച്ചു നോക്കും. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് 5 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലും. നമ്പർ 3, ശരീരം ദൃഢമായി സൂക്ഷിക്കുക. അസ്ഥിരമായ ശരീരത്തിൽ മനസ്സും അസ്ഥിരമായ അവസ്ഥയിലായിരിക്കും. യോഗ ചെയ്യണോ, ജിമ്മിൽ പോകണോ, ആയോധന കല പഠിക്കണോ തുടങ്ങിയ ഏത് കാര്യത്തിനും നമുക്കിവിടെ ഒരു കുറവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും നിങ്ങൾക്ക് ചെയ്യാം. ഹൈപ്പർ ടെൻഷനും പ്രമേഹവും ഒക്കെ പിടിപെട്ട് ഒരു ലഡു കഴിക്കുന്നതിന് പോലും അരമണിക്കൂർ ചിന്തിക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ശരീരത്തിന്റെ പൂർണ്ണമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി അടുത്ത 21 ദിവസത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ശരീരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്പർ 2, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഓൺലൈൻ ഗെയിം കളിക്കുന്ന സമയത്ത് പുറത്തു പോയി നിങ്ങൾക്ക് സുഹൃത്തുക്കളോടൊപ്പം ഗെയിം കളിക്കാം. സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കുകയും ചെയ്യാം. ഏത് കാര്യത്തിലാണെങ്കിലും ഇവിടെ ധാരാളം അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ നല്ല ശീലങ്ങൾ നിങ്ങൾ വളർത്തിയെടുക്കണം. നമ്പർ 1, ആത്മനിയന്ത്രണം. എന്തൊക്കെ ഉണ്ടെങ്കിലും ആത്മനിയന്ത്രണം ഇല്ല എങ്കിൽ അത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഒരു വശത്ത് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ മറുവശത്ത് വീണ്ടും മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും അടിമപ്പെട്ടാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകില്ല. എന്തു വേണം എന്തു വേണ്ട എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാണുന്ന കാര്യങ്ങളിലേക്ക് എല്ലാം ശ്രദ്ധ കൊടുക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ മറ്റുള്ളവരോട് പോയി പറയുന്ന സ്വഭാവം അവസാനിപ്പിക്കുക. നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കണം. അടുത്ത 21 ദിവസത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കണം. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഒരു കാര്യവും നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി മടി പിടിച്ചു മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 21 ദിവസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.